ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് യു എയിൽ വരുന്ന ആളുകൾക്ക് ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ലൈസൻസ് എടുക്കുക എന്നുള്ള, യു എയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ള വിഷയം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പലരും ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ് എന്നുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അബുദാബി ബേസ് ചെയ്തിട്ടാണ്, നമ്മളിപ്പോൾ അബുദാബിയിലാണുള്ളത്. അപ്പോൾ അബുദാബി ബേസ് ചെയ്തിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെ കുറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ ഗോൾഡൻ ചാൻസിനെ കുറിച്ച് കണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. അതിനുശേഷം നോർമലിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത് അബുദാബിയിൽ ഒരു ഓപ്ഷൻ കൊടുക്കുന്നതാണ്. എന്ത്, നമുക്ക് നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ, മീൻസ് ലൈക്ക് ഇന്ത്യൻസിന്റെ ആണെങ്കിൽ നമുക്ക് നാട്ടിലെ ലൈസൻസ് ഉണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലൈസൻസ് ഉപയോഗിച്ച് ഇവിടെ നമുക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്ന രൂപത്തിൽ, അതായത് ഇവിടെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ അകത്ത് പോയിട്ട് ഉള്ള ട്രെയിനിങ് കാര്യങ്ങളെ ഒക്കെ എടുത്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് എടുത്ത്, മീൻസ് തിയറി ടെസ്റ്റ് എടുത്ത് അങ്ങനെ ഡ്രൈവിംഗ് അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളത്. നിങ്ങൾക്ക് ഈ തിയറിയുടെ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട്, മീൻസ് തിയറി ക്ലാസ്സുകളുടെ ഡ്രൈവിംഗ് തിയറി പ്രാക്ടിക്കൽ ക്ലാസ്സുകളുടെ ഇൻസൈഡുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകളുടെ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണ് എന്നുള്ള ഒരു പ്രൂഫ് കൊടുത്തുകൊണ്ട്, അതായത് നമ്മുടെ നാട്ടിലെ ലൈസൻസ് പ്രൂഫ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡയറക്റ്റ് ടെസ്റ്റ് എടുത്തുകൊണ്ട് ലൈസൻസ് പാസ്സാകുന്ന ഒരു സ്കീമാണ് ഉള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യമായി നിങ്ങൾ ഐ ടെസ്റ്റ് എടുക്കണം. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഐ ടെസ്റ്റ് എടുക്കണം. അതിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള സെന്ററുകളിൽ നിന്ന് എടുക്കണം. ഇവിടെ അബുദാബിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യതീം ഒപ്റ്റിക്സ് അല്ലെങ്കിൽ അൽജാബർ പോയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അബുദാബി വിസക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ടെസ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമായിട്ടുള്ള ഐ ടെസ്റ്റ് എടുക്കാൻ പറ്റും. അത് അവരോട് പ്രത്യേകം പറയണം ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടാണ് എന്ന്. ആ സമയത്ത് അവർ നമ്മൾ ഐ ടെസ്റ്റ് കാര്യങ്ങൾ എടുക്കും. അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവരത് ഡയറക്റ്റ് സിസ്റ്റത്തിലോട്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ട്രാൻസ്ലേഷൻ ചെയ്യണം. കാരണം ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടിലെ ലൈസൻസ് ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ, പലതും കർണാടക ബേസ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കന്നഡ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും, മീൻസ് അതർ ലാംഗ്വേജിലായിരിക്കും എന്ന് ചുരുക്കം, മീൻസ് അറബി ആയിരിക്കില്ല എന്നുള്ളതാണ് വിഷയം. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലീഗൽ ട്രാൻസ്ലേറ്ററെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ലേഷൻ ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ലീഗൽ ട്രാൻസ്ലേറ്റേഴ്സിനെ സമീപിക്കാവുന്ന, അല്ലെങ്കിൽ ടൈപ്പിംഗ് സെന്റർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ടൈപ്പിംഗ് സെന്റർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ സ്ക്രീനിൽ നമ്മളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഡ്രൈവിംഗ് ലൈസൻസുമായി ഉള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ അതിന്റെ സർവീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റെപ്പ് വൈസ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ്. ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് അതിന്റെ സ്റ്റെപ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ട് എടുക്കണം. ആ രൂപത്തിൽ നമുക്ക് ചെയ്ത് തരാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഐ ടെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ഓപ്പണിന്റെ സ്റ്റേജ് ആണ്. ആ ഫയൽ ഓപ്പണിന് മുന്നോടിയായിട്ട് നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യണം. ഓക്കെ, അത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫയൽ ഓപ്പൺ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നോർമൽ ട്രാൻസ്ലേഷൻ അല്ല, നോർമൽ ഒരു പേപ്പർ ട്രാൻസ്ലേഷൻ പോലെയല്ല ഇപ്പോൾ പണ്ടുണ്ടായിരുന്നത് പോലെയല്ല കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം, അത് ലീഗലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ചെയ്യണം. മീൻസ് വല്ല ടൈപ്പിംഗ് സെന്ററിനോ മറ്റോ ചെയ്യിപ്പിക്കുക. അവരെന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തരാൻ കഴിയും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിന്റെ പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, അതിന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ ഓപ്പൺ അവിടെ കഴിഞ്ഞു. ഓക്കെ, ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവും, നിങ്ങൾക്ക് ഒരു 6 മന്ത്സിനുള്ള ഒരു ഫയൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, അത് നിങ്ങൾക്ക് 3 മന്ത്സ് വാലിഡിറ്റി എന്നുള്ള രൂപത്തിലാണ് എന്തുണ്ടാവുക, അതിന്റെ സമയത്ത് ഒരു ടെമ്പററി കാർഡ് നിങ്ങളുടെ പേരിൽ എന്തായിട്ടും ഇഷ്യൂ ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ് കാർഡ് ഇഷ്യൂ ആയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ തിയറി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ പോവുക, ഡ്രൈവിംഗ് സ്കൂളിൽ പോവുക. അബുദാബിയിലാണെന്നുണ്ടെങ്കിൽ മുസഫയിലാണ് വരുന്നത്. മുസഫയിൽ പോവുക, ക്ലാസ് അവിടെ പോയിട്ട് എടുക്കുക. ഓക്കെ, അതേസമയം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കേണ്ടവരാണെങ്കിൽ, മീൻസ് ലൈക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബി ലാംഗ്വേജ് പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പോവാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സിൽ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം. ഈ ഡിജിറ്റൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 ക്ലാസ്സസ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 hour 8 ക്ലാസ്സസ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് കാര്യങ്ങൾ കിട്ടും. ആ രൂപത്തിൽ അതെന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ യൂസർ ഗൈഡ് കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്.
ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അതിൽ ഒന്നുകിൽ അതിന് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. മീൻസ് മലയാളീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ബുക്ക് പഠിച്ചെടുത്ത് ഒരുപാട് വായിച്ച് ഇതാക്കാൻ ടൈമില്ല എന്ന് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ മതി. അവർ ആ പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിഫർഡ് ആയിട്ടുള്ള ഡേറ്റ് കാര്യങ്ങൾ അവർ തരും. ആ ഡേറ്റിന് പോവുക. അത് ലൈക്ക് ഒരു 1, 2, 3 ദിവസം മാക്സിമം ആ ഒരു ഇതിലായിരിക്കും തരും. മിക്കതും അവർ 1 ഡേ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന്റെ സിമുലേറ്റർ ക്ലാസ് ഉണ്ടാവും. നമ്മൾ ഗോൾഡൻ ചാൻസിലാണ് എടുക്കുന്നതെങ്കിൽ സിമുലേറ്റർ ക്ലാസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈക്ക് ഒരു കാറ് പോലെ തന്നെ നമുക്ക് അവിടെ ഒരു മെഷീൻ ഉണ്ടാവും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗെയിമിംഗ് പോലെ അത് നമ്മൾ എന്ത് ചെയ്യുക, എത്ര സമയത്തൊക്കെ അവർ തരും. അത് റോഡിന്റെ റൂൾസ് കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് ജസ്റ്റ് ഒരു ആക്ച്വലി ഇത് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് കുറച്ച് സമയം അവർ തരുന്ന ഡേറ്റിന് എന്ത് ചെയ്യുക, നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. അതിലേക്ക് ഇതിനുള്ള ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട്, ഇപ്പോൾ ഓൺലൈൻ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഇതിനുള്ള ഡേറ്റ് എടുക്കുക. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. മെയിൽ ത്രൂ മറ്റോ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൾ ബാക്ക് കിട്ടും. പക്ഷേ അതിന് ടൈം എടുക്കും. മീൻസ് ലൈക്ക് ഒരു 2-3 ദിവസമൊക്കെ ഒരുപക്ഷെ എടുക്കാം. അതായത് അവരുടെ കോൾ ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഡേറ്റ് കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, അലോട്ട് ചെയ്ത് തരും. അതിന് സ്പെഷ്യൽ ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല. അതായത് സിമുലേറ്റർ ക്ലാസ്സിനും മറ്റുള്ള ഡേറ്റ് എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്തില്ല, തിയറിക്കും മറ്റുള്ള ഡേറ്റ് എടുക്കുന്നതിന് നിങ്ങൾക്ക് ചാർജ് കാര്യങ്ങൾ പ്രത്യേകിച്ചില്ല. ഇതിന്റെ കൂടെ വരുന്ന പേയ്മെന്റ്സ് കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ നേരിട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് സിമുലേറ്റർ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ തിയറി ടെസ്റ്റ് ഡയറക്റ്റ് തിയറി ടെസ്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് പാസ്സാവുക. അത് ഒരുപക്ഷെ ചിലപ്പോൾ മിക്കതും അവരെന്ത് ചെയ്യും, സെയിം ഡേ തന്നെ തരും. അതായത് സിമുലേറ്റർ ക്ലാസ് അങ്ങനെ അവരോട് ചോദിച്ചാൽ മതി. ആ ടൈമിൽ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിലോട്ട് തന്നെ ഡേറ്റ് ചോദിക്കുക. ആ ഡേറ്റ് തന്നെ, അതായത് സിമുലേറ്റർ ക്ലാസ് കഴിയുന്നതോടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ടെസ്റ്റ് ഹാളിലോട്ട് കിട്ടുന്ന രൂപത്തിൽ അവർ സെറ്റ് ചെയ്ത് തരും. അത് എന്ത് ചെയ്യുക, ആ ഡേറ്റിനനുസരിച്ച് അതങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവുന്നതിന്റെ ചെറിയൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് നിങ്ങൾ ഇരിക്കുന്ന ടേബിളിൽ ലൈക്ക് ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണിക്കും. അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ അവിടെ ഇരിക്കുന്ന ഇൻസ്ട്രക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ സെലക്ട് ചെയ്യണം, എത്ര ടൈം എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരവിടുന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അത് കഴിഞ്ഞ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡേറ്റ് എടുക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ അടുത്ത പ്രൊസീജിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ റോഡ് ടെസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ റോഡ് ടെസ്റ്റ് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ട്രെയിൻഡ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതായത് നമ്മൾ റോഡ് ട്രെയിനിങ് മിനിമം ഒരു ട്രെയിനിങ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ എന്ത് ചെയ്യണം, നമ്മൾ അത് സർട്ടിഫൈ ചെയ്ത് സിസ്റ്റത്തിലോട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ നമ്മളുടെ നിലയ്ക്ക് കണ്ടെത്തുക. പുറത്തുള്ള ഏതെങ്കിലും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ആവാം. ഇനി നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് റെഫർ ചെയ്യാവുന്ന ആളുകൾ നമ്മളെടുത്തുണ്ടാവും. അവരെ നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവര് പറയുന്ന പോലെ ക്ലാസ്സുകൾ എടുക്കുക. ലൈക്ക് ഒരു എബോ 6 എന്നുള്ള രൂപത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതിനുശേഷം ഇനിയല്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാം. അത് അവരുടെ ഒഴിവുകൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ ഇതിനനുസരിച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് പല ചാർജിൽ കാര്യങ്ങൾ വരും. ലൈക്ക് ഒരു 50 അല്ലെങ്കിൽ 70-75 ആ റേഞ്ചിലൊക്കെ എന്തിന്റെ പെർ ഹവർ ചാർജ് എന്നുള്ള രൂപത്തിലായിരിക്കും ഡ്രൈവിങ്ങിന്റെ ചാർജുകൾ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡേറ്റ് ഓൾറെഡി നമ്മൾ ഈ ടെസ്റ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡേറ്റ് എടുത്തിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ നിങ്ങളുടെ തിയറി ടെസ്റ്റ് പാസ്സാവുന്ന സമയത്ത് തന്നെ എടുക്കണം. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മന്ത്സിനുള്ള ഒരു ട്രെയിനിങ് കാർഡ് ഓൾറെഡി നിങ്ങളുടെ ഇഷ്യൂ ആയിട്ടുണ്ടാവും എന്ന്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പേയ്മെന്റ് ചെയ്യുന്നതുകൂടെ ഒരു 150 അല്ലെങ്കിൽ ഒരു 150 to 200 എന്നുള്ള രൂപത്തിലേക്കാണ് പല ടൈപ്പിംഗ് സെന്റേഴ്സിന്റെയും ചാർജസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ ചാർജിൽ നിങ്ങൾ ആ ചാർജ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രാക്ടിക്കലിനുള്ള ഡേറ്റ് എടുക്കുന്നത്. ആ ഡേറ്റ് എടുത്തതിന് ശേഷമാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ഡേറ്റ്, നിങ്ങൾ തിയറി പാസ്സാവുന്നു, പ്രാക്ടിക്കലിന് ഡേറ്റ് എടുക്കുന്നു. ഓക്കെ, ആ പ്രാക്ടിക്കലിന് ഡേറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 3 മന്ത്സും കൂടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്ത് കിട്ടും. ഓക്കെ, ആ കാർഡ് ഇഷ്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ
ആ കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റോഡ് ട്രെയിനിങ് എടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ കണ്ടെത്തിക്കൊണ്ട് ആളുടെ കെയർ ഓഫിൽ നിങ്ങൾ തന്നെയാണ് ഓടിക്കുക, ആൾ പഠിപ്പിക്കുക. മീൻസ് നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആൾ നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് പഠിപ്പിക്കുക. അപ്പൊ അതിനുള്ള ഒരു പെർമിഷൻ ആയിട്ട് ഒരു ടെമ്പററി കാർഡ്, ഒരു വൈറ്റ് കാർഡ് നമ്മുടെ ലൈസൻസ് പോലെ തന്നെ ഇവിടെ കിട്ടും. ഓക്കെ, നാട്ടിൽ നമ്മൾ പേപ്പർ കിട്ടുന്നതിന് പകരം ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ടെമ്പററി കാർഡായിട്ട് തന്നെ പ്രിന്റഡ് കാർഡ് നമുക്ക് കിട്ടും. അത് നമ്മളെ കയ്യിൽ കരുതുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് അതിന്റെ കോപ്പിയെങ്കിലും നമ്മളെ കയ്യിൽ കരുതുക. നമ്മൾ എന്ത് ചെയ്യുക, ഓടിക്കുക, പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ക്ലാസ്സുകൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. എല്ലാതും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ക്ലാസ് കഴിയുന്നതോടുകൂടെ തൊട്ട് മുമ്പായിട്ട് അവരെന്ത് ചെയ്യും, ഈ സർട്ടിഫിക്കറ്റ് അവർ സിസ്റ്റത്തിലോട്ട് അവരത് അപ്ലോഡ് ചെയ്യും. അതായത് നിങ്ങൾ ഓടിക്കാൻ നിങ്ങൾക്ക് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, പുറത്ത് ട്രെയിനിങ് എടുത്തു എന്ന് പറഞ്ഞാൽ അവർ സർട്ടിഫൈ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ഈ ട്രെയിനർ എന്ത് ചെയ്യും, നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡേറ്റ് എടുത്തിട്ടുണ്ട് എന്ന്. ആ ഡേറ്റിന്റെ മുന്നോടിയായിട്ട് അത് മിക്കതും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 1 month to 2 month ഗ്യാപ്പിലൊക്കെയാണ് സാധാരണ കിട്ടാറുള്ളത്. പലർക്കും അതിനു മുമ്പും കിട്ടാറുണ്ട്. ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രൂപത്തിലാണ് കിട്ടുക. മീൻസ് നമുക്ക് വേണ്ടുന്ന രൂപത്തിലല്ല, സിസ്റ്റത്തിൽ നമ്മുടെ ലെക്ക് പോലെ. അതായത് ചിലർക്ക് പെട്ടെന്ന് ആവശ്യം ഉണ്ടാവും, അപ്പൊ അതിനനുസരിച്ച് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്ന ഡേറ്റുകൾ കാര്യങ്ങൾ സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്യുക, പ്രീപോൺ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ചാർജസ്, അഡീഷണൽ ചാർജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ആ ഡേറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഒരു 20 minute മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കൂടെ വരും. അതിൽ കയറിയിട്ട് ടെസ്റ്റ് വെഹിക്കിളിന്റെ ഒരു പേയ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അത് വരുന്നത് 250 to 300 എന്നുള്ള രൂപത്തിലാണ് പലരും ചാർജ് ചെയ്യുന്നത്. ഓക്കെ, 230 to 300 എന്നുള്ള രൂപത്തിലൊക്കെ ചാർജ് ചെയ്യുന്നവരുണ്ട് പല ടൈപ്പിംഗ് സെന്ററും. അത് പലപ്പോഴും നിങ്ങൾക്ക് ട്രെയിനേഴ്സ് തന്നെ അവർ ഗൈഡ് ചെയ്തുകൊണ്ട് അവർ തന്നെ ചെയ്തു തരാണ്ട്. ഇനിയല്ല നിങ്ങൾക്ക് ചെയ്യാവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്ര വലിയ റിസ്ക് ഉള്ള കേസല്ല. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെസ്റ്റ് ഉള്ള വെഹിക്കിളിനുള്ള പേയ്മെന്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏത് ബസ്സിലോട്ട് പോകണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബസ്സിലോട്ട് പോവുക. അവിടെ നിങ്ങൾ ഒരു കംപ്ലീറ്റ് ഒരു ബസ്സിനുള്ള ആളുകൾ റെഡി ആവുന്ന സമയത്ത് വെഹിക്കിൾ എടുത്ത് നമ്മളോട് പോകാൻ പറയും. ഓരോരുത്തരുടെ പേര് നമ്മളുടെ ബസ്സിൽ സ്ക്രീനിൽ വരും. ഓക്കെ, അപ്പോൾ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാം, പോവുക. അപ്പോൾ അങ്ങനെ പോയിട്ട് ഓരോരുത്തർ ടെസ്റ്റ് എടുക്കുക. അവരുടെ റിസൾട്ട് അപ്പൊ തന്നെ, അതായത് നമ്മൾ മിക്കതും നമ്മൾ ബസ്സിൽ തിരിച്ച് എത്തുമ്പോഴേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഡേറ്റ് കിട്ടും. നിങ്ങൾ തിരിച്ചു വേണമെങ്കിൽ ബസ്സിൽ കയറാം, അല്ലെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ തിരിച്ചു പോകുന്നത്. നിങ്ങൾ പാസ്സായി എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ തന്നെ എന്ത് ചെയ്യാം, ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള പേയ്മെന്റ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈസൻസ് ഇഷ്യൂ ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ പേയ്മെന്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 370 dirhams അല്ലെങ്കിൽ ഒരു 370 to 450 എന്നുള്ള ആ റേഞ്ചിലൊക്കെ ആണ് എന്ത് ചെയ്യുക, മിനിമം റേഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് വരിക. എന്ത് ചെയ്യുക, ആ പേയ്മെന്റ്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ടൈപ്പിംഗ് സെന്ററുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സെന്ററുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടോ ഒക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ അവിടുന്ന് ചെയ്യാം. അല്ല അവിടെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജസ് ഒഴിവാക്കിക്കൊണ്ട് ആ രൂപത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അറൗണ്ട് ഒരു 3 to 5 days ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. ഇത്രയാണ് UAE ഒരു ഗോൾഡൻ ചാൻസ് ലൈസൻസ് ഇതാക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ ചാർജസ് ഞാനിപ്പോൾ ഏറെക്കുറെ അതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് ഫയൽ ഓപ്പണിനും മറ്റും വരുന്ന ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ലൈക്ക് ഒരു 380 to 470 എന്നുള്ള 450 എന്നുള്ള രൂപത്തിലൊക്കെ ചാർജസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫയൽ ഓപ്പണിന്റെ. അതായത് ഫയൽ ട്രാൻസ്ലേഷന് അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ്സ് കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വരുന്ന ഐ ടെസ്റ്റിന് വരുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 dirhams ഉള്ളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്ലിയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് 100 dirhams ചാർജ് വരും. പിന്നെ ബാക്കി നിങ്ങളുടെ അവിടെ വരുന്ന പേയ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ ഫസ്റ്റ് ഗോൾഡൻ ചാൻസ് പോകുന്ന സമയത്താണെങ്കിൽ അറൗണ്ട് ഒരു 1300 ചാർജ് എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, അതും ചാർജ് വരുന്നു. പിന്നെ അഡീഷണൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡേറ്റ് കാര്യങ്ങളോ മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ നിലവിലെ ചാർജ് പ്രകാരം ഇനി വീഡിയോ ചെയ്യുന്ന സമയത്ത് നിലവിലെ ചാർജ് പ്രകാരം ഡ്രൈവിംഗ് സ്കൂളിലെ ചാർജസ് കാര്യങ്ങൾ വരുന്നത് അറൗണ്ട് 200 250 എന്നുള്ള രൂപത്തിലൊക്കെ അവർ പ്ലസ് വാറ്റ് എന്നുള്ള രൂപത്തിലൊക്കെ അവർ ചാർജ് ചെയ്യാറുണ്ട്. ഡേറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ്സ് കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, റീഷെഡ്യൂൾ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, പിന്നെ പറഞ്ഞല്ലോ ക്ലാസ്സിന്റെ കാര്യങ്ങൾ, ക്ലാസ്സിന് എത്രയൊക്കെയാണ് ചാർജസ് വരുന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഏകദേശം ഇത്രയാണ് ഒരു ഫീ സ്ട്രക്ചർ വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു മിനിമം ക്ലാസ്സുകൾ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 3000 താഴെ ആണ് എന്ത് ചെയ്യുക, ഗോൾഡൻ ചാൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അബുദാബിയിൽ നിലവിൽ ചെലവ് വരുന്നത്. ഓക്കെ, അത്രയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് എടുക്കാനുള്ള അബുദാബിയിലെ ചെലവ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാവർക്കും എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പൊ ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്. ഞാൻ നമ്മളുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇവിടെ ഇമിഗ്രേഷൻ ലേബർ മറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.